അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മുട്ടക്കറി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ മുട്ട വെന്ത് വരും. എന്നിട്ടിത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമ്മുടെ കയ്യിലേക്ക് എടുക്കാനുള്ള പാകമായ ഇതൊന്ന് തൊലി കളഞ്ഞു വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കായയും 3-4 ഗ്രാമ്പും ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഗരം മസാലകളൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാള ഉണ്ടോ ഞാൻ ഇതിലേക്ക് എടുത്തുള്ളത്. 3 സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞിട്ട് കറി നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇനി സവാള നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവർ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ 2 എണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ പച്ചമുളക് കുറച്ച് മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്തുള്ളത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ മസാലകളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ട് കറിയുടെ കളറും ടേസ്റ്റും ഒക്കെ ആകെ മാറിപ്പോവും. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്തതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ മസാലയിൽ കിടന്നൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പ് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് ഇതിലുള്ള സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നോളും. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളൂ. ഇനി ഈ മുട്ട കുറച്ച് സമയം മസാലയിലിട്ടൊന്ന് വാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളൂ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലൊരു മസാലയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആയിക്കോളും. പിന്നെ നമ്മളിത് അധികം വെള്ളമുള്ളൊരു കറിയല്ലാതെ നല്ല കുറുകിയൊരു കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അധികം തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. നന്നായി ഒന്ന് ചൂടായി വന്നാൽ തന്നെ തീ ഓഫ് ചെയ്യാം. ഇതിന് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കന്നെ നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു മുട്ടക്കറി. എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് സൈഡ് ഡിഷായിട്ട് എടുക്കാം.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.